ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തകർപ്പൻ വിജയം. കരുത്തരായ ജംഷഡ്പൂരിനെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ്. മലയാളി താരങ്ങളായ നിഹാൽ സുധീഷും വിപിൻ മോഹനനുമാണ് ബ്ലാസ്റ്റേഴ്സിനായി ഗോൾ നേടിയത്. വിജയത്തോടെ കേരളം പോയിന്റ് ടേബിളിൽ 11ാം സ്ഥാനത്തേക്ക് ഉയർന്നു. മിഥുൻ അയ്യപ്പന്റെ റിപ്പോർട്ട്. പോയിന്റ് ടേബിളിൽ 13ാം സ്ഥാനത്തായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ നേരിട്ടത് 5ാം സ്ഥാനത്തുണ്ടായിരുന്ന കരുത്തരായ ജംഷഡ്പൂരിനെ. പക്ഷേ ആദ്യ വിസിൽ മുതൽ മൈതാനത്ത് കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആധിപത്യം. ആക്രമിച്ച് കളിച്ച് പരമാവധി ഗോളുകൾ നേടുകയാണ് ലക്ഷ്യമെന്ന പരിശീലകൻ ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വാക്കുകളെ അർത്ഥവത്താക്കുന്ന പ്രകടനം. 12ാം മിനിറ്റിൽ കേരളത്തിന്റെ ആദ്യ ഗോൾ. കരീം ബെനാരിഫ് നൽകിയ ബോൾ മനോഹരമായ ഹെഡറിലൂടെ നിഹാൽ സുധീഷ് ജംഷഡ്പൂരിന്റെ വലകുലുക്കി. 36ാം മിനിറ്റിലാണ് വിപിൻ മോഹനിലൂടെ 2ാം ഗോൾ പിറന്നത്, അതും മറ്റൊരു ഹെഡർ. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സമ്പൂർണ്ണ ആധിപത്യം നേടിയ ബ്ലാസ്റ്റേഴ്സിനെതിരെ ജംഷഡ്പൂർ 2ാം പകുതിയിൽ ആക്രമിച്ചു കളിച്ചെങ്കിലും ഫലം കണ്ടില്ല. 85ാം മിനിറ്റിൽ ജംഷഡ്പൂർ താരം സ്റ്റീഫൻ ഈസെ ചുവപ്പ് കാർഡ് നേടി പുറത്തായി. ഇതോടെ ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പിച്ചു. ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവിൽ ആരാധകർക്ക് സന്തോഷം. സാലഡ് കയറി 2-0 ജയിച്ചിട്ട് 2-0 ക്ലീൻ ഷീറ്റ്. ഹെഡ് ഷോട്ട് സൂപ്പർ ആയിരുന്നു ആദ്യത്തെ ഗോൾ അല്ലേ? നിഹാല് നല്ല കലക്കം കളിയായിരുന്നു. ഇതുപോലെ തന്നെ കളിച്ച് നമുക്ക് എല്ലാ ഏരിയസിലും വാങ്ങിക്കാം. പക്ഷെ ഇമാരി മാനേജ്മെന്റ് ശോകോ അത് കാരണം നമ്മള് ലക്കില്ല നമുക്ക്. ഇതോടെ ആകെ 10 കളികളിൽ നിന്നായി 8 പോയിന്റുകൾ നേടി ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് ടേബിളിൽ 11ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ജനം, കൊച്ചി.